ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും പുതിയൊരു ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മൾ ഈദിൻ്റെ വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക് ഫസ്റ്റാണ്. ഞാൻ കയ്യുമൊക്കെ മെഹന്തിരിക്കുകയാണ്. ഇത് മറ്റുള്ള ഇതൊന്നും ഒരു ഇടാൻ നിൽക്കേണ്ടതാണ്. എന്താണേലും ഇത് നമ്മളെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെക്കൻഡ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇതും വീണ്ടും പറയുന്നു. അപ്പോൾ ഇപ്പോൾ ടൈം ഏകദേശം 11:42 ടൈം. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് വേണം കടന്നിറങ്ങുന്നത്. എന്നിട്ട് നാളെ എണീച്ചിട്ടുള്ള ഇതിൻ്റെ വ്ളോഗും അങ്ങനത്തെ എല്ലാതും ഇൻക്ലൂഡഡ് ആണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ. പിന്നെ നാളെ ഞങ്ങളെ ഇവിടെ പരിപാടിയൊന്നുമില്ല. നാളെ ഞങ്ങളെ മൂത്തമ്മാൻ്റെ വീട്ടിലാണ്. മറ്റന്നാളാണ് ഇവിടെ പരിപാടി. അത് കഴിഞ്ഞിട്ടും ഒരു ദിവസം വേറൊരു വീട്ടിലും പരിപാടിയുണ്ട്. അങ്ങനെ ആണ്. അതുകൊണ്ട് ഞങ്ങൾ നാളെ ഇവിടെ വലിയ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. ബട്ട് മറ്റന്നാളാണ് ഇവിടെ പരിപാടി. അതായത് രണ്ടാം പെരുന്നാൾ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഗെയിമിങ് കൂടെ മെയിൻറ്റിട്ട് കാണാം. അപ്പം ഞാൻ നെക്സ്റ്റ് ഹാൻഡ്മേക്കില്ല മെഹന്തി ഇങ്ങനെ പിൻട്രസ്റ്റിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു മോഡലാണ് ഫിക്സ് ആക്കിയത്. ഇപ്പം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രഷായി വന്നിട്ടുള്ളൂ. ഞാൻ കഴിച്ചിട്ടുണ്ടാക്കിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മളെ റൂം ഫുള്ള് അലങ്കോലമാണ്. അപ്പം നമുക്ക് ഒന്ന് സെറ്റാക്കി വെക്കാം. നമ്മളെല്ലാ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. റൂമൊക്കെ സെറ്റായി ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. ഉള്ളിൽ അതിൻ്റെ മനസ്സമാധാനത്തിന് കാട്ടിക്കോട്ടെ. ഇനി നമുക്ക് പുറത്ത് പോയിട്ട് മുല്ലപ്പൂ കുറച്ചുണ്ടാവും, കുറച്ചുണ്ടല്ലോ. അപ്പം പൊട്ടൊക്കെ പോട്ടില്ല, ഇനി ഉണ്ടാവില്ല ചിലപ്പോൾ. ഫസ്റ്റ് നമ്മളെ കോട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ഉള്ളൂർ അതിന് ഒത്തിരി വരുന്നിട്ടില്ല. പറിച്ചത് 13 ഉണ്ടായിരുന്നു, പുറത്തത് 12 ഉണ്ടായിരുന്നു. നമുക്കിത് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ ഉണ്ടാക്കാം. എന്നിട്ട് ടൈം ആകുമ്പോൾ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ കുളിച്ചിട്ട് വരാം. ഞാൻ എല്ലാ ദിവസവും സെറ്റാക്കി വെച്ചിട്ട് പറയുന്നത് ഇവിടെ പരിപാടിയില്ല. പള്ളിക്കൊണ്ടൊക്കെ പുതിയ ഉത്സവം കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഞങ്ങൾ വെറും പായസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇന്ന് ഞങ്ങൾക്ക് പരിപാടി നാളെയാണ് ഇവിടെ പരിപാടി വരുന്ന. സ്റ്റാർട്ടിങ്ങിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, എന്നാലും ഞാൻ പറഞ്ഞു നമുക്ക് കുളിച്ചിട്ട് കാണാം. മഴക്കുള്ളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്കിൻ കെയർ ആൻഡ് മേക്കപ്പൊക്കെ ചെയ്യണം. നമുക്ക് സ്കിൻ കെയറിൻ്റെ മേക്കപ്പിൻ്റെ ലെയർ ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇടണേനെ. അപ്പോൾ എല്ലാവരും അതിൽ പോയി തരാം കേട്ടോ. പായസം ഉണ്ടാക്കാൻ കൊണ്ടുവന്നാണ് അപ്പം എന്തായാലും നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മാറ്റണം. അപ്പം എന്തായാലും നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിക്കാം. നമ്മൾ ഗെറ്റ് റെഡി ഫുള്ള് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മേക്കപ്പിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എന്താ പറയുക ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ ഒന്ന് കണ്ടുവരാം.
ഞങ്ങൾ മൂത്തമ്മാൻ്റെ വീട്ടിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. എനിക്ക് അതിൻ്റെ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്താണേലും ഇന്ന് ഞങ്ങളെ വീട്ടിലാണല്ലോ പരിപാടി. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ ഒക്കെ വീഡിയോ ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ കാണാം. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വാട്ടർ ബലൂണിൽ വെള്ളം നിറച്ചിട്ട് കളിക്കുന്നു ഗൈസ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകെപ്പാടെ ഫുള്ള് വെള്ളം കിട്ടും മേത്ത് കൂടി പറഞ്ഞാകെ അങ്ങോട്ട് ഇതായിരിക്കുന്നു. അങ്ങനെ എല്ലാതും കഴിഞ്ഞ് ഞങ്ങൾ രാത്രി കുറച്ച് പടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി പൊട്ടിക്കാന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഇത് കണ്ടാലോ ഇനി എന്തൊക്കെയോ കുറേ പടക്കങ്ങൾ വാങ്ങി കൂട്ടിക്കണം. എനിക്കൊന്നും അറിയില്ല. ഞാൻ കുറച്ച് പൂത്തിരി എന്തൊക്കെ അങ്ങനെ ആക്കിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള പൊട്ടിത്തെറിച്ചുന്ന സാധനങ്ങളത്തെ ഒന്നൊക്കെ പറ്റ ഫ്ലോപ്പ് ചെയ്യുന്നു ഗൈസ്, വെറുതെ പൈസ കളയാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ കടന്ന് പടക്കാൻ. ആൻഡ് ഗ്രീൻ കളറിലുള്ളത്, റെഡ് കളറിലുള്ള എന്താ പറയുക കമ്പിത്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എന്താണ് ഈ സാധനം, നിലച്ചക്രം. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരുന്നു നൈറ്റ് അങ്ങനത്തെ ഒരു ഡേ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക് ഒന്നും കൂടി പറയുന്നു. അപ്പോൾ ഇനി എന്താണേലും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാ പരിപാടികളും കഴിച്ചിട്ട് സഭ പിരിച്ചെല്ലാവരെയും വിട്ടിട്ടുണ്ട്. പിന്നെ നാളത്തെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്തായാലും ഉള്ളതൊരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ബൈ.